നയന ഗർഭിണിയായതോടുകൂടി ഓഫീസിലോട്ടൊന്നും ദേവയാനി നയനയെ വിടുന്നുണ്ടായിരിക്കില്ല. കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദേവയാനി തന്നെയായിരിക്കും. സ്വന്തം മോളെ പോലെ പരിചരിക്കുകയാണ് ദേവയാനി നയനയെ. ഇതൊക്കെ കണ്ട് വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും ജാനകിയും അനാമികയും അതുപോലെ ജലജയൊക്കെ നിൽക്കുന്നത്. പിന്നീടായിട്ട് നയനയുടെ 5-ാം മാസത്തെ ചടങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മരുമകളുടെ 5-ാം മാസത്തെ ചടങ്ങ് എത്രയും വേഗം അതിഗംഭീരമായിട്ട് നടത്തണം. എന്നാ ഞാനെന്തായാലും പുരോഹിതരെ കണ്ട് നല്ലൊരു ദിവസം നിശ്ചയിക്കാം. എന്നിട്ട് ആ ദിവസം നല്ല രീതിക്ക് ആഘോഷിക്കാം. അച്ഛാ, ഇക്കാര്യം ആദർശനോടും നയനയോടും പറയണ്ടേ? അത് പറയാം. അപ്പോഴേക്കും ആദർശ് ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്നുണ്ട്. എന്താ എല്ലാവരും വലിയ ചർച്ചയിലാണല്ലോ? എന്തെങ്കിലും സീരിയസ് കാര്യം സംസാരിക്കായിരുന്നോ? അല്ല, നിങ്ങളുടെ കാര്യം സംസാരിക്കാനായിരുന്നു. നയനയുടെ 5-ാം മാസത്തെ ചടങ്ങ് അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് പറയാം. എന്താ നിന്റെ അഭിപ്രായം? നമുക്ക് ഹാളിൽ വെച്ച് നടത്തണോ അതോ വീട്ടിൽ വെച്ചിട്ട് നടത്തിയാൽ മതിയോ? നവ്യയുടെ ചടങ്ങ് നടത്തിയതുപോലെ ഇവിടെ വീട്ടിൽ വെച്ച് നമ്മൾ എല്ലാവരും ചേർന്ന് നടത്താൻ തന്നെയാ എന്റെയും നയനയുടെ ഒക്കെ ആഗ്രഹം. എന്നാ അങ്ങനെ തന്നെ നടത്താം. എന്നാ ഗോവിന്ദനും കനകയ്ക്കും വരാൻ പറ്റുമെന്ന് അറിയില്ല. ഗോവിന്ദൻ വരുമായിരിക്കും. നവ്യ പ്രസവിച്ച് കിടക്കുമല്ലേ, അതുകൊണ്ട് കനക വരുമില്ലേന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പറഞ്ഞു നോക്കാം. അന്നത്തെ ഒരു ദിവസം നവ്യയുടെ കൂടെ ആരെങ്കിലും നിർത്താം. അത് ശരിയാണല്ലോ, നവ്യ പ്രസവിച്ച് കിടക്കുമല്ലേ. എന്തായാലും 90-നല്ലേ ഇനി തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ അവളെ കൂട്ടിനായിട്ട് ആരെങ്കിലും ഇരുത്തിയാൽ മതിയല്ലോ. ഇനിയിപ്പോ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് ഇനി അടുത്ത പ്രശ്നവും വരുമോ? ഈ ഫംഗ്ഷന് അവളും കൂടണ്ടേ? അവളുടെ ചേച്ചിയുടെ ഫംഗ്ഷൻ അല്ലേ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അച്ഛാ. അനാമിക അതൊക്കെ പറയും. അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുന്ന നല്ലത്. അച്ഛനെടുക്കുന്ന തീരുമാനം ഇവിടെ നടക്കും. അതുകൊണ്ടല്ലേ നവ്യയുടെ 5-ാം മാസത്തിനും നന്ദു ഇങ്ങോട്ട് വന്നത്. അതൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കണ്ട. അവരോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. ആദർശ് വന്നതുകൊണ്ട് നയന ചായയുമായിട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ എന്തിനാ ചായ കൊണ്ട് വന്നത്? ഞാൻ കൊടുക്കില്ലായിരുന്നോ? ആദർശ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ 5-ാം മാസത്തെ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. എന്നിട്ട് ചായ കൊടുക്കാന്നാ കരുതിയത്. അതിനെന്താ അമ്മേ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനൊന്നും എനിക്കൊരു പാടുമില്ല. അമ്മ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാത്ത കാരണ എനിക്ക് എപ്പോഴും ഈ ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നത്. നീ ഒരു ജോലിയും ചെയ്യണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. നിനക്ക് എന്ത് വേണോ അത് ഞാനേ ഉണ്ടാക്കി നിന്റെ കയ്യിൽ അങ്ങ് കൊണ്ടുതരാം. അതങ്ങ് കഴിച്ചാൽ മതി. അല്ലാതെ ഒരു ജോലിയും ചെയ്യണ്ട. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി ഒരു ജോലി ചെയ്യാതെയൊന്നും ഇരിക്കാൻ പറ്റില്ല. ചെറുതായി എന്തെങ്കിലുമൊക്കെ വ്യായാമമൊക്കെ ചെയ്യണം. എന്നാലേ സുഖപ്രസവം നടക്കൂ. അതിന് മോള് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അടുക്കള ജോലിയൊന്നും ചെയ്യണ്ട. മരുമകളെ സ്നേഹിച്ചങ്ങ് കൊല്ലുവാണല്ലോ ദേവയാനി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഒരുപാട് നാള് ഞാൻ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാ എൻ്റെ ആദർശമോൻ്റെ കുഞ്ഞാ അവളെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് അവളൊന്നും ചെയ്യണ്ട. അത് നിനക്ക് തോന്നുന്നുണ്ട്. എന്നാ നവ്യ ഗർഭിണിയായ സമയത്ത് ജലജ എന്തൊക്കെയാ ആ കുട്ടിയോട് ചെയ്തത്? ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ കിടന്ന്. അതെ അച്ഛാ, എന്തായാലും മോളിനി തിരികെ ഇങ്ങോട്ട് വന്നാൽ ഒരു കുറവും വരുത്തരുത് എന്നൊക്കെ ദേവയാനി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ദേവയാനി റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ദേവയാനിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം പുറത്തോട്ട് എടുത്തു വെക്കുകയാണ്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ കാണും. ഇത് കണ്ട് അനാമിക അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. വല്യമ്മ സ്വർണ്ണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോ ഇത് എനിക്ക് തരാനായിരിക്കും. അന്ന് പറഞ്ഞതല്ലേ എനിക്കും സ്വർണം തരുമെന്ന്. അന്ന് ഒരു ചെല്ലം നിറയെ സ്വർണം നയനിക്ക് കൊണ്ടുകൊടുത്തപ്പോ അപ്പൊ പിന്നെ ഇത് എനിക്ക് തരാനായിരിക്കും എന്ന് കരുതി അനാമിക സന്തോഷിച്ച് ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അല്ല വല്യമ്മേ, വല്യമ്മ എന്താ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നേ? അത് ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതാ, അതുകൊണ്ടാ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കുന്നേ. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണാൻ എന്തു ഭംഗിയാ. ഇതൊക്കെ വല്യമ്മയുടെ കല്യാണ സമയത്തുള്ള സ്വർണ്ണമാണോ? അല്ല, അത് ലോക്കറിലാ. ഇതെനിക്ക് അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് തന്നതും ജേട്ടൻ വാങ്ങി തന്നതും ഒക്കെയാ. അപ്പൊ വല്യമ്മയ്ക്ക് എത്ര സ്വർണ്ണാഭരണങ്ങളാ! അന്ന് എനിക്കും തന്നല്ലോ കുറച്ച്. അതൊക്കെ ഇതുപോലെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ജേട്ടനൊക്കെ വാങ്ങിത്തരുന്നതാ. ഇതൊക്കെ കേട്ട് അനാമികയ്ക്ക് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട്. എന്തായാലും ഇത് കിട്ടാൻ പോകുന്നത് എനിക്ക് തന്നെയാ. ഇപ്പൊ ചോദിച്ചിട്ട് വല്യമ്മ ആ സർപ്രൈസ് അങ്ങ് പൊട്ടിക്കണ്ട എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തിലായിരിക്കും അനാമിക കേട്ടോ. ഇക്കാര്യം അച്ഛനും അമ്മയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഇന്ന് എനിക്ക് ഒരു 500 പവനെങ്കിലും കിട്ടും. 500 പവനോ? വല്യമ്മ നിനക്ക് സ്വർണ്ണം തന്നോ? വല്യമ്മ തരും. വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം പുറത്തോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് കൊടുക്കാനാണെന്നാ പറഞ്ഞത്. അതിപ്പോ എന്തായാലും നയനയ്ക്ക് കൊടുക്കില്ല, അത് എനിക്കുള്ളതായിരിക്കും. അമ്മ അച്ഛനോട് പറഞ്ഞേക്ക് കടം വീട്ടാനുള്ള കുറച്ച് സ്വർണ്ണാഭരണങ്ങളുമായിട്ട് മോൾ അങ്ങോട്ട് വരാ എന്ന്.
എന്റെ മോളെ ഇപ്പോഴെനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണ്. എത്ര കടക്കാരെ ദിവസം വീട്ടിൽ വരുന്നേന്നറിയോ? പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനിയിപ്പോ കടക്കാരെ മുന്നിൽ പിടിച്ചു നിൽക്കാലോ. 500 പവൻ എന്നൊക്കെ പറഞ്ഞാലേ ഇന്നത്തെ വിലയില് ഒരു സംഖ്യ കാണും. മോളെ, ഇതുപോലെ വല്യമ്മയെ സോപ്പിട്ട് നിന്നാലേ ഇതുപോലെ പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ടാ അമ്മയും അച്ഛനും പറയുന്നത് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാന്. അനിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് പറ്റുന്നില്ല. അതില്ലെങ്കിലും വല്യമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരുമല്ലോ, അത് മതി നമുക്കങ്ങ് ജീവിച്ചു പോവാൻ. അങ്ങനെ പിടിച്ചു നിൽക്കണം മോളെ എന്നൊക്കെ രേവതി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശരിയമ്മേ, എന്താ വെക്കട്ടെ. ഇനി വല്യമ്മ എന്നെ വിളിച്ചാൽ സ്വർണം തരും. അതിനായിട്ട് ഞാൻ കാത്തിരിക്കാം. എന്നാ ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. കയ്യിൽ സ്വർണം കിട്ടിയാലേ അമ്മയെ വിളിക്കാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് ഒരു പെട്ടി നിറയെ സ്വർണവുമായിട്ട് ദേവയാനി മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അവിടെ ആദർശും നാനിയും നിൽക്കുന്നുണ്ടായിരിക്കും. അനാമികയെയും ജലജയെയും ജാനകിയെയും അനിയെയും ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരെയും നിർത്തിയാണ് ഒരു കാര്യം പറയേണ്ടത് പറയുന്നത്. എനിക്കറിയാം വല്യമ്മേ, ഇതെനിക്ക് തരാനല്ലേ. എന്തായാലും നന്നായി. ഇവളുടെ മുൻപിൽ വെച്ചിട്ട് തന്നെ എനിക്കിത് തരണം. എന്നാലേ എനിക്ക് ഇവളുടെ മുൻപിലൊന്ന് ഷോ കാണിക്കാൻ പറ്റൂ എന്തൊക്കെ പറഞ്ഞാണ് അനാമിക നിൽക്കുന്നത്. എന്താ ദേവേനി, എന്താ കാര്യം? നിനക്കെന്താ പറയാനുള്ളത്? എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അല്ല, നമ്മൾ തീരുമാനിച്ചല്ലോ നയനയുടെ 5ാം മാസത്തെ ചടങ്ങ് അതിഗംഭീരമായിട്ട് നടത്തണമെന്ന്. ഓ, അവളുടെ 5ാം മാസത്തെ ചടങ്ങ്, അതിനാണോ ഇപ്പം എല്ലാവരും വിളിച്ചു വരുത്തിയത് എന്ന് ജലജയും ജാനകിയൊക്കെ ചിന്തിക്കുക. എന്നാൽ അനാമികയ്ക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം പറയും, ഇപ്പം വിളിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് തരും എന്നൊക്കെയായിരിക്കും അനാമിക ചിന്തിക്കുന്നത്. പുരോഹിതൻ ഡേറ്റ് പറഞ്ഞത് മറ്റന്നാളത്തേക്കാ. അന്ന് നല്ല ദിവസമാണെന്നാ പറഞ്ഞത്. ചടങ്ങ് അന്ന് നടത്താം. അച്ഛനും അമ്മയ്ക്കും ജയേട്ടനൊക്കെ അറിയാലോ എനിക്ക് ഒരുപാട് സ്വർണ്ണമുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങളൊന്നും ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒരു മരുമകൾ വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതെൻ്റെ അലമാരയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനി കൊടുക്കേണ്ടവർക്ക് എന്നെ കയ്യിൽ കൊടുക്കാം. അതല്ലേ നല്ലത്. ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട്. അനാമിക കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ടായിരിക്കും ജാനകി പറയുന്നത്. അത് ശരിയാ ഏട്ടത്തി. അല്ലെങ്കിലും നമുക്കെന്തിനാ സ്വർണം? നമ്മളെന്തായാലും അത് ധരിക്കാൻ പോകുന്നില്ല. ഇനി നമ്മുടെ മരുമക്കളും ധരിക്കട്ടെ, അതല്ലേ നല്ലത് എന്ന് ജാനകിയും പറയുന്നുണ്ട്. ജാനകി പറഞ്ഞത് ശരിയാ. നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയില്ല. അതിൻ്റെ കുറവ് നമ്മുടെ മരുമക്കളാ തീർക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർണം ഞാൻ കൊടുക്കാൻ പോകുന്നത് നയനയ്ക്കാ. നയനയുടെ 5ാം മാസത്തെ ചടങ്ങിന് എൻ്റെ ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എൻ്റെ നയനമോള് ധരിച്ചു വേണം ഇവിടെ ഇരിക്കാൻ. ചടങ്ങ് നടക്കുമ്പോൾ ഇതൊക്കെ അണിയിച്ച് എൻ്റെ മോളെ എനിക്ക് കാണണം. ഇത് കേട്ട് അനാമിക അങ്ങ് ഞെട്ടുന്നുണ്ട്. വല്യമ്മേ, വല്യമ്മ അപ്പോൾ ഇത് നയനയ്ക്ക് കൊടുക്കാൻ പോവാണോ? അതെ, നിന്റെ അമ്മായിമ്മല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ മരുമക്ക് കളങ്ങ് എല്ലാം കൊടുക്കണ്ടേന്ന്. നിന്റെ അമ്മായിമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നിനക്ക് തരും. എൻ്റെ ആഭരണങ്ങളെല്ലാം ഞാൻ നയനയ്ക്ക് കൊടുക്കാൻ പോവാ. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ജാനകിയും ജലജയും അനാമികയും. എന്നാ നയന പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും വേണ്ട. മുത്തശ്ശി തന്ന സ്വർണ്ണാഭരണങ്ങൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇടുന്നില്ലല്ലോ. എന്തിനാ ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും ഞാൻ ധരിക്കില്ല. അത് പറ്റില്ല മോളെ. ഇതിനി മോൾക്കുള്ളതാ. മോൾ 5ാം മാസത്തെ ചടങ്ങിന് ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കണം. എനിക്ക് ഒരു മോളില്ലാത്ത കുറവ് എൻ്റെ മോള് വേണം തീർക്കാൻ. ഈ ആഭരണങ്ങളെല്ലാം ധരിച്ച് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട്. മുത്തശ്ശി നയനോട് പറയുന്നുണ്ട്, മോളെന്താ അത് വാങ്ങിക്കാത്തെ? ദേവിയാനി അത്രയും സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ. അത് മോൾക്ക് അവകാശപ്പെട്ടതാ, അതുകൊണ്ടല്ലേ തരുന്നത്. മോളത് വാങ്ങിക്ക്. മറ്റന്നാള് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം ധരിച്ചിട്ട് വേണം മോള് ചടങ്ങിനിരിക്കാൻ. അത് എനിക്കും കാണണം എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ ആഭരണങ്ങൾ ധരിക്കണമെന്ന് പറയുന്നില്ല. എല്ലാം കൂടെ ധരിച്ചാലേ മോളുടെ കഴുത്തൊഴിഞ്ഞു പോവും. അതുകൊണ്ട് ഇപ്പോൾ നിന്റെ അമ്മായിമ്മ തന്ന സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാൽ മതി എന്നും പറഞ്ഞ് ദേവിയാനി സ്നേഹത്തോടു കൂടി നയനയ്ക്ക് സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചായിരിക്കും ജലജ നിൽക്കുന്നത്. ഇവളുടെ ഒരു ഭാഗ്യം നോക്കണേ, 8 മൂടാനുള്ള സ്വർണ്ണാഭരണങ്ങൾ അമ്മായിമ്മയും മുത്തശ്ശിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശിഷ്ടകാലം ജീവിക്കാന് ആ സ്വർണ്ണാഭരണങ്ങൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പിച്ചും മെഴിയും പറഞ്ഞായിരിക്കും ജലജ നിൽക്കുന്നത്. അനാമികയ്ക്ക് ഇതിലും വലിയ ഷോക്ക് കിട്ടാനില്ല. അങ്ങനൊരടിയാണ് ദേവിയാനി കൊടുത്തത്.